ലേറ്റ് ആവും വരാൻ. ആ ശരി. എൻ്റെ അച്ഛൻ എന്നെ പറഞ്ഞു. ഓ, നീ അവിടെ കുത്തിക്കൊണ്ടിരിക്കുവാണോ? ചോദിച്ച കേട്ടില്ലേ? അച്ഛൻ എന്നാ പറഞ്ഞെന്ന്. ഓഹോ, അപ്പൊ മമ്മി ഇത്രയും നേരം എന്ത് ചെയ്യായിരുന്നു? വികാരി അച്ഛൻ എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, മമ്മി പറഞ്ഞത് വള്ളിയും പുള്ളിയും തെറ്റാതെ കോപ്പി പേസ്റ്റ് ചെയ്ത് പറഞ്ഞു. കുറെ കഴിഞ്ഞ് ബോറടിച്ചപ്പോ ഞാൻ ഇന്ന് ക്യാൻഡി ക്രഷ് കളിച്ചു. എൻ്റെ ഈശോയെ, എടി സത്യവചനം കേൾക്കുന്നത് നല്ലതാ, അതറിയാം. ആയിക്കോട്ടെ, അല്ല ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കല്ലേലും വീട്ടുകാരും സഭക്കാരും ഒന്നും വേണ്ടല്ലോ. കല്യാണം ഒന്ന് കഴിയട്ടെ, അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. പിന്നെ മമ്മി ഒരു ഡൗട്ട് വെച്ചോട്ടെ? എന്തുവാ മമ്മി, ആ കല്യാണത്തിന് മുമ്പ് അമ്മയ്യമ്മനെ ആദ്യമായിട്ട് കണ്ടപ്പം നീ ആ എന്താ വിളിച്ചേ? ഇത് എന്റെ വായിലിരിക്കുന്നൊന്നും കേൾക്കരുത് കേട്ടോ പെണ്ണെ. ചുന്തിരി ഓടി. കാന്താരി. ആഹാ, സാറിനോട് കുറച്ച് കഴിക്കാൻ പറയണം, അൾസർ ഉണ്ടാവും. ഓ ഞാൻ പറഞ്ഞാൽ കേൾക്കണ ഒരാള്. ഇതില്ലാണ്ട് രാത്രി അത്താഴം കഴിക്കില്ല. വല്ലതും പറഞ്ഞാൽ കേക്ക് വെച്ചി. രാവിലെ വിരുന്നുകാരുണ്ട്. ആന്റി അബിയില്ലേ? ആ ഉറങ്ങാണ് മോളോ. ഞാൻ എലിസബത്ത്, എന്നെ അറിയില്ലേ? ഇതെന്റെ മമ്മി. മമ്മി മമ്മി ഇതാണ് അബിയുടെ അമ്മ സുമാൻറ്റി. ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇത് വേസ്റ്റ് അല്ലേ? നിങ്ങളകത്തോട്ട് വയ്ക്കൂ. വായോ വാ അമ്മ. ഹായ് അനു. അയ്യോ ദേ മോളിക്യൂൾ. ഇത് പിടിച്ചമ്മ. മോളിക്കുട്ടി. ഓ അച്ചുടാ. അച്ചോ മോളിക്കുട്ടി. ഗേൾഫ്രണ്ടാ. ആന്റി BSc കെമിസ്ട്രി ആയിരുന്നു, അതാ മോളിക്യൂളിന് പേരിട്ടെ അല്ലേ ആന്റി? അബി ഷാറൂഖ് ഖാൻ അല്ലേ? എടി 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 എന്റെ ഫീസ് എന്തി? അത് ഇവന് ഇതുവരെ തന്നില്ലേ? അവൻ തരും എല്ലാം മരം കണക്കാം. എന്താടാ? എടാ അവള് വീട്ടിലേക്ക് കയറുന്നടാ. ആര്? പ്രിയേ അല്ലേ? എലി. അയ്യേ. എന്നിട്ട് ഞാൻ വീട്ടിൽ സ്കൂട്ടർ നോക്കിയേ. ചീത്തക്കുഴി. ഇത് കണ്ട. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയോ? അറിയില്ല, കാണിച്ചു തരാം. എടാ എന്താടാ അവള് രാത്രി വിളിച്ചിട്ട്? എന്താടാ കുട്ടാ പറയ്. എനിക്ക് അന്നേ മനസ്സിലായതാണ് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായിരുന്നു. ഒന്ന് ടച്ച് ചെയ്തേ. ബാ, ഈസി. നീ ഒന്ന് അവിടെ വെച്ച. എടാ അമ്മ ഫോട്ടോ കണ്ടിട്ട് പെണ്ണിന് പൊക്കം കുറവാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചുമ്മാ ഒരു കള്ളം പറഞ്ഞു. ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞ ഈ പണം വീട്ടിലേക്ക് കയറി ഒരു നല്ലോ. അവളെങ്ങനെ അമ്മയടുത്ത് ചോദിക്കൂ. എൻ്റെ അടുത്തൊരു ബ്ലാക്ക് സ്ട്രാപ്പ് ഉണ്ട്, ഞാൻ തരാട്ടോ. എന്നെ വിളിച്ചിട്ട് എടുക്കണല്ലേ, ഓടാൻ പോയതാവും. ചേട്ടൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഓടാൻ പോകും. നിനക്കൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നു. ഇതിപ്പോ എല്ലാരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാലും ആൻറ്റി എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഹീലിട്ട് 2 ഇഞ്ച് കൂടും, കണ്ടില്ലേ? ഞാൻ പോട്ടെ. അനു, നീ അബി ഒന്ന് വിളിച്ചേ. പട പോയി തോന്നുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പയറാടാ. വരാനല്ലേ? എന്നാ ഞാൻ പോട്ടെ. നീ എവിടെയായിരുന്നു? ഞാൻ ഓടാൻ പോയതാ. ആഹാ, നീ അവിടെ എന്തൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ അന്വേഷിച്ച ഒരു പെണ്ണ് വന്നല്ലോ. ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. നീ ജോലിക്ക് പോകണ്ടേ? താൻ ആ കംഫർട്ട് സ്റ്റേഷനിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? സമയത്ത് തീർന്നില്ലെങ്കിലേ ആ ക്ലബ്ബുകാർ വന്ന് പിടിക്കുന്നത് എൻ്റെ കൊങ്ങായിക്കായിരിക്കും. ഇതെന്നാ കുഞ്ഞുകളിയാണെന്നാ വിചാരിച്ചേക്കുന്നത്? ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടേ ചെയ്യാറുള്ളൂ. പ്ലാൻ ആകുമ്പോൾ കൊണ്ടുതരും. ആ ബെസ്റ്റ് അല്ല ഒരു കംഫർട്ട് സ്റ്റേഷൻ, അല്ലാതെ ചാറ്റ് വേണമെന്നോ അല്ലല്ലോ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. Cherianum, getting old. I shall wear the bottoms of my trousers rolled. Good morning, Cherian. How are you? Good morning, sir. Good morning, Abhi. Good morning, sir. Abhi, we've got this new offer, a 1.5 crore housing project. I know you're not interested in small projects, but maybe this project will give you a chance to prove yourself. Thank you, sir.
അല്ലെങ്കിലും ഈ ലോ കോസ്റ്റ് ബാത്റൂം പ്രോജക്റ്റ് ഒക്കെ ചെയ്ത ഒരു ആർക്കിടെക്ടിന്റെ കരിയറിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവാനാണ് സർ? ഐ എം കോൺഫിഡൻറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഡു ഇറ്റ് സർ. Are you sure? യെസ് സർ. Very good. Cherian, what do you think? ഹലോ. അബി, ഞാൻ വീട്ടിൽ വന്നപ്പോൾ അബി എവിടെയായിരുന്നു? എനിക്ക് എത്ര വിഷമമെന്ന് അറിയോ? എന്ത് വിഷമം? നീ ആരോട് ചോദിച്ചിട്ട് വീട്ടിലേക്ക് വന്നു? Come, Abhi, come. നീ ചൂടാവല്ലേ, ഞാൻ പറയട്ടെ. ദേ അബി നോക്കിയേ, സുട്ടു അബി എന്ന് വിളിക്കണു. സുട്ടു അബിന്ന് വിളിച്ചേ. ഓ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല വെക്കല്ലേ. ഏതാ വർക്ക്? എന്താ ചെയ്യണേ? പറഞ്ഞിട്ട് പോ അബി. അത് കോളനിയിൽ ഒരു ഹൗസിംഗ് പ്രോജക്റ്റ്. അബിയാ ചെയ്യണേ? ഓൾ ദി ബെസ്റ്റോ. ഞാൻ തിരിച്ചു വിളിക്കാം. Later, come on. $1.5 കോടിക്ക് 50 വീടുകൾ. ദാ അവിടെ. Cherian! മനസ്സിലായോ? $3 ലക്ഷം രൂപയ്ക്ക് ഞാനിത് പട്ടിക്കൂട് പണിയാനോ? ഈ വർക്ക്ഷോപ്പ് പണിയാണെങ്കിൽ വേണ്ടേ ഒരു 10-15 ലക്ഷം രൂപ? ആ സായിപ്പ് എനിക്ക് മനഃപൂർവ്വം പണിയെന്നാ, എനിക്ക് ഉറപ്പാ. വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേ ആണോ? ഒരു റെഡ് മയം. ഹലോ ടൂള് താഴ്ത്തിട്ടല്ലേ? നമുക്ക് അവനെ ഇടിച്ചാലോ? നീ എന്തിനാ പേടിക്കണേ? വേണ്ട. അങ്ങനെ നീ പണിതോണ്ടിരിക്കുന്ന വണ്ടിയിൽ വേറെ ഡ്രൈവിംഗ് പഠിക്കും. സ്കൂളിലെ വണ്ടി ആയിരിക്കും പഠിച്ചോട്ടെ പിള്ളേര്. ചോദിക്കാനുള്ളതൊക്കെ അപ്പൊ തന്നെ ചോദിക്കണം. വേണ്ട നിന്റെ അടുത്ത് സോറി പറയാൻ പറയാനുള്ളൂ. നിനക്കില്ലാത്ത എന്താ ഇവന് കൂടുതലുള്ളതെന്ന് ചോദിക്കണം. നിനക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. കിട്ടി. എന്നെയാണോ? അഴിച്ചോ എല്ലാം സ്ക്രൂ അഴിച്ചോ. സാറേ മറ്റേത് കിട്ടിയില്ലല്ലോ. അത് ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ, സെൻട്രൽ സ്റ്റേഷൻ. നീ പോയെന്ന് കാണും. ചുമ്മാ ഒരു കൗൺസിലിംഗ് എല്ലാം ശരിയാവും. ശരിയാവണ്ട എവിടെ പോവാനാ? പ്രാന്ത് നിന്റെ അപ്പന. അമ്മയ്ക്ക് ഇതിന്റെ വോളി ഓർത്തിട്ടുണ്ട്. ഈ നാട്ടുകാർ മുഴുവൻ കരയിക്കണെന്തിനു? വൈകി വരാണെന്ന് വിളിച്ച് പറഞ്ഞോടെ അപ്പി. അത് മനുഷ്യനെ തീ തീറ്റിക്കാൻ വേണ്ടിട്ട്. ഞാൻ അറിഞ്ഞ വൈകുന്നു. ഇത് കഴിഞ്ഞില്ലേ? കള്ളു കുടിച്ചിട്ടുണ്ടേ നോക്കിയടി. ഓ അമ്മേ, കുടിച്ചിട്ടുണ്ട്. നന്നായിക്കോടെ. വെറുതെ അല്ല നിന്റെ വലിയ പൊങ്ങിയിരിക്കണം. അബി ഭക്ഷണം എടുത്തേക്കട്ടെ. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. കുറെ ചീത്ത ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. അച്ഛനിങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു തരാം. അമ്മ വേണേ അച്ഛനെ പറഞ്ഞോ, എന്റെ ഫ്രണ്ട്സിനൊന്നും പറയണ്ട. അവരൊക്കെ അത്യാവശ്യം നീറ്റാ. ഓ നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കറിയാം. ഇതാ നിന്നെ അന്വേഷിച്ചൊരു പെണ്ണ് വന്നിരുന്നല്ലോ ഇവിടെ. എന്താ അവളുടെ പേര്? ആ നീ അവൾക്ക് കാശെല്ലാം കൊടുക്കാറുണ്ടോ? പോയാ ചെറുക്ക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പെൺശാപം കിട്ടിയാലുണ്ടല്ലോ അതോടെ തീർന്നുമല്ല. അമ്മ ഇതൊക്കെ കണ്ടിട്ട് ഈ അമ്മ ഡയലോഗ് അടിക്കും. പോലീസ് ആയിരിക്കും, പോയി ഡോർ തുറന്നു കൊടുക്കും. എന്നോട് പറഞ്ഞേക്ക അച്ഛനോട് ഒന്ന് പറയണം, എൻ്റെ പൊന്നുമോൻ ഇവിടെ നിൽക്കണം കേട്ടോ. ഇവിടെ ഇവിടെ ഞാൻ ഇവിടെ നിൽക്കും. കേരള പോലീസിന്റെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് മൂന്നാം മുറ കേന്ദ്രങ്ങൾ. ഇടിമുടികൾ എന്ന് വിളിക്കുന്ന ഇവയിലൊന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം മനോരമ ന്യൂസ് കണ്ടു. പ്രതികളെ ഇടിമുടിയിൽ എത്തിക്കുന്ന ദൃശ്യം മനോരമ ന്യൂസ് പകർത്തി. വ്യവസ്ഥകളോടോ
വ്യവസ്ഥമാണ്. അച്ഛനെ നിസ്സഡാണല്ലോ. വെറുതെ അച്ഛൻ്റെ ചീത്ത കണ്ടു പോയി കിടന്നു കേട്ടോ. ഇല്ലടോ, ഗുണ്ടകൾക്കൊക്കെ പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാം. കുറ്റകൃത്യങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ബ്ലാക്ക് എന്ന പേരിൽ പോലീസ് നടത്തിവരുന്ന അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. നമസ്കാരം സാർ. വണ്ടി വന്നില്ലേ മോനെ? അനു, ഈ ചേരിപ്പോട്ടിൽ 100 പ്രാവശ്യം മനസ്സിലല്ലേ? അല്ല, നീ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന് പോയാൽ കോളനി പ്രൊജക്ട് നടക്കില്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യും? അതൊക്കെ ഞാൻ നോക്കിക്കോളൂ. നീ ഒന്ന് വെച്ചേ, ഞാൻ ഒന്ന് റെഡി ആവട്ടെ. അയ്യോ വെക്കേ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ മെറ്റീരിയൽസ് ഒന്നും എടുക്കാൻ മറക്കല്ലേ. പിന്നെ അബി വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. കേട്ടോ? ഉമ്മരേക്ക് തേക്കാലും വന്നേ തേക്കില്ലേ? അതെ, എനിക്ക് ഇന്റർവ്യൂ ഉള്ളല്ലേ? എനിക്ക് 10 കൈയൊന്നുമില്ല. അതിനെന്തിനാ 10 കൈ താൻ ചെയ്യാൻ? നീ പോയിട്ട് ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോവാ. ഇപ്പൊ ശമ്പളം കൊടുക്കണ്ട, പരാതിയും പറയൂല. കഴിച്ചില്ലല്ലോ. വേണ്ട. പലചരക്കടയിൽ കൊടുക്കാനുള്ള പൈസ അലമാരി വെച്ചിരുന്നു. മരുന്ന് കഴിച്ചായിരുന്നു. ആ, കാക്കനാട് വരെ ഞാനുണ്ട്. നീ കഴിക്കുന്നില്ലേ? എനിക്കുണ്ട്. കേറ്. ഒന്ന് തിരിച്ചു കാണിച്ചിട്ട് സാറൊന്നും നോക്കുകയും ചെയ്തില്ലല്ലോ സുമാമേ. അതിനെന്താ ചേച്ചി, ഞാൻ അവരെ നോക്കണ്ടല്ലോ. കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തിന് എഡ്യൂക്കേഷൻ ലോൺ അടച്ചു കൊടുക്കണം. ഇല്ലേ ബാങ്കുകാർ അറിയാം. ഈ കയറി ഇറങ്ങണല്ലാതെ വല്ലതും നടക്കോ? ആ സാഹിബിൻ്റെ അവിടെ പോയിട്ട് എന്തായി? അത് ഓക്കെയാണ്. ദൈവത്തിനറിയാം. വല്ല കൈത്തൊഴിലും പഠിപ്പിച്ചേണ്ടി വരുമോ? ഇവിടെ ഇറങ്ങിയാൽ മതി. എന്താ ഇവിടെ? ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഇന്ന് പോലെ ട്രാഫിക്കിലാണ് നമ്മളോട് പറഞ്ഞേക്ക്. ഹലോ. ഹലോ, അബി നീ എത്തിയോ? ആ, ഞാൻ എത്തി. അബി എനിക്ക് എന്താന്ന് അറിയില്ലട, എത്തവിടെ ഭയങ്കര വയറുവേദന. ഓ, അതിന് ഞാൻ എന്ത് വേണം? എനിക്ക് അബിനിപ്പോ കാണണം. ഒന്ന് പോയി അവിടെ. അബി വെക്കല്ല അബി, പ്ലീസ് അബി, ഐ മിസ് യു. ആ, പോണേന് മുമ്പ് എനിക്ക് റൂം വരും. എന്താ അബി പ്ലീസ്, വയ്യാത്തോണ്ടല്ലേ? അവിടെ വയറുവേദന. സാറേ തെന്നും ഇറ്റ്സ് ഓക്കെ. ഒന്നും പറ്റിയില്ലല്ലോ. Abhilash, we are waiting. Oh, I'm sorry. Actually, I forgot to take my presentation draft. എന്താ? ഹലോ അബി, കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. കുറെ ടിപ്പിക്കൽ ആൾക്കാർ പുതിയ ഐഡിയാസ് ഒന്നും ഇഷ്ടമല്ലോ. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? കുറെ കൺവെൻഷണൽ രീതികളുണ്ട്, അതൊന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല. താന്തിനെല്ലാം പോയി ബ്രേക്ക് ചെയ്യണത്. ട്രൈ ചെയ്യണോ? ട്രൈ ചെയ്യണം. അതിന്റെ ഇടയിൽ കൂടെ അവളുടെ തന്നെ തീരുമോ? ആദ്യമൊക്കെ ഭയങ്കര ഫണ്ടാണ്. നമ്മളൊന്ന് ട്രാക്കിലേക്ക് കഴിയുമ്പോൾ വെറുപ്പിക്കലോടും കൂടും. നമ്മുടെ റിമോട്ട് വരെ അവരെടുത്തുള്ളൂ. എക്സാക്ട്ലി മച്ചാനെ, ബാത്റൂമിൽ പോലും എനിക്ക് ഫ്രീഡം ഇല്ല. ഇവനൊക്കെ കണ്ടില്ലേ, റിബലാണ്. അവന് കക്കൂസി പോകാൻ വരെ പേടിയാ. ശരിയല്ലേ പെണ്ണുങ്ങളോട്? അല്ല, എന്റെ ജോലിയാണ്. ചെയ്യാടാ ആശാന നാളെ ശരിയാക്കണം കേട്ടോ. നാളെ ചെയ്യാം. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം എന്താണ്? കോളേജിൽ ഒരു പെണ്ണിന്റെ പുറകെ നടക്കണായിരുന്നു. ഇപ്പോൾ തലേന്ന് ദൂരാൻ പറ്റണല്ലോ, കണ്ടില്ലേ? ആഹാ, ഇത്ര വലിയ ഉടായ്പയാണ് നിനക്ക് ദൂരാൻ പറ്റല്ലേ?
എടാ ഈ പെണ്ണിന് ഉരാൻ വേണ്ടി നെറ്റ് ഉണ്ടല്ല അതിങ്ങനെ അഴിച്ച് അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ നമ്മളിത് അഴിക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? നീ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പറയാം എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന്. നീ ഇപ്പം തന്നെ ഫോൺ എടുത്ത് വിളിക്ക്. നീ ഈ കട്ടൻ ചായ അടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് റമ്മ അടിക്കാം. വിളിക്കാവളെ വിളിയടാ. ബ്രേക്കപ്പ്. ആ സന്തോഷമായിട്ട് നിനക്ക് ഇരിക്കാൻ പറ്റും. നീ വിളിക്ക് ഇപ്പൊ തന്നെ. എല്ലാം ക്ലോസ് ചെയ്യും. ഹലോ എലി, എനിക്ക് നാളെ നിന്നെ ഒന്ന് കാണണം. ഒരു 3 മണി. കുഴപ്പമില്ല, നീ നാളെ വന്നാൽ മതി. ആ ഓക്കെ ശരി. നമ്മുടെ ഈ ജോലി ഉണ്ടല്ലോ അത് ശരിയാവുന്നില്ലെന്ന്. കാരണം ഞാൻ പറയട്ടെ, ഈ വൈഫായിട്ടുള്ള ഇൻട്രാക്ഷൻ നടക്കുന്നില്ലെന്ന്. അതൊക്കെ ശരിയാവും ചേട്ടാ. എങ്ങനെ ശരിയാവുന്നു? എനിക്ക് ഡേ, അവർക്ക് നൈറ്റ്. ഈ ഫാമിലി ആയിട്ടൊരു ഇൻട്രാക്ഷൻ വേണ്ടേ? എടാ 20 മിനിറ്റ് എടുത്ത് നമ്മൾ ഇവിടെ വരെ എത്താൻ. ഇതെല്ലാം മെട്രോയുടെ പണി കാരണമല്ലേ? ഹേയ് അഭിലാഷ്, നിനക്ക് ചായ വേണോ? എന്താടാ ചായ കുടിക്കാനോ? കുടിക്കാനോ? ഇവിടുന്ന് കുടിക്കാം. കുടിക്കാം. ഇത് പിടിക്കട്ടെ. എടാ ഈ കോൾ സെന്ററിൽ ജോലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു 25,000 രൂപ കിട്ടും. അത് തുടക്കത്തിലൊന്നും കിട്ടത്തില്ല, ഒരു 17,000 രൂപ കിട്ടും. എനിക്കൊക്കെ പറ്റിയ ജോലിയല്ലോ. ഞാൻ വാങ്ങിച്ചുതരാം, നല്ല ജോലിയുണ്ട്. അതൊന്നും വേണ്ട. ഇതവിടെ, അതിവിടെ. എടാ ഇവിടുത്തെ മെട്രോയ്ക്ക് എത്ര പില്ലേഴ്സ് ഉണ്ടെന്ന് അറിയോ? 876. പിന്നെ 876 പില്ലേഴ്സ് ഉണ്ട് കൊച്ചി മെട്രോയ്ക്ക്. അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? പിന്നെ എനിക്കറിയാത്തൊന്നുമല്ലോ. എടാ പില്ലേഴ്സ്. സമയമായി, ഞാൻ ഇറങ്ങട്ടെ. എടാ നീ ബില്ല് കൊടുത്തിട്ട് പോയി. പിന്നെ എലി കുറച്ച് മൂഡ് ഓഫിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവള് നിന്റെ അടുത്ത് വന്ന് കറഞ്ഞ? ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് കണ്ടപ്പോ തോന്നിയാണ്. എടാ അത് ഞാൻ വിട്ട കേസാണ്. നീ ചുമ്മാ അതിന്റെ പുറകെ തൂങ്ങല്ലേ, മനസ്സിലായോ? അപ്പൊ ശരി, ഞാന് താങ്ക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൂണുള്ള എണ്ണി നോക്കണല്ലോ. ബില്ല് കൊടുത്തിട്ട് പോട്ടോ. ഇല്ലേ? എത്ര ചേട്ടാ? നാളെ രാവിലെ പോയി എണ്ണി നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. കാലത്ത് തന്നെ സോപ്പാണല്ലേ? എന്നാടാ പോണ്ടേ? നിനക്ക് ചായ വേണോ? ചായ ബീഫ് ഉണ്ടോ? നീ പോന്നു വർഷം കുറേയില്ലേ ഈ പ്രായത്തിലൊക്കെ ബോറാവും. ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റ് ഓഫ് ടൈമാണ് അബി. താൻ എന്തൊക്കെയാണ് വിശ്വസിച്ചത്? ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ്. ഉമ്മയോ ഞാനോ? എന്താടാ ഒന്നുമില്ല. നിനക്കൊന്നൊരു പണിയില്ലേ? ആടാ. ഒന്ന് പഠിപ്പിച്ച. ഓക്കെ ശരി ശരി ശരി. ഉമ്മ ഫക്രുവിൻ്റെ സുഖമില്ലാന്ന്. ഞാൻ പോയിട്ട് വരാം. കിച്ചു ഞാനുണ്ട്. ഹലോ, നീ എവിടെ? നീ വേഗം വിട്ട്. അബി, അളിയാ നീ എന്താ ഇവിടെ? അല്ല, ഞാൻ ഏലിയുടെ കൂടെ വിളിച്ചപ്പോൾ ബോറടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പള്ളിയിലേക്ക്. പാൽക്കുപ്പി നിനക്ക്. അളിയ ജാസ്ലിനുണ്ട്. പെണ്ണുകളുടെ വാല് തൂങ്ങി നടന്നു. എലി, നീ എന്തൊക്കെ വൃത്തിയിലാണ് എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ? പള്ളിയാണ് അബി, പതുക്കെ. നീ നിന്ന്. നീ എന്റെ അച്ഛൻ്റെ അടുത്ത് എന്തൊക്കെ വൃത്തിയോടാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എന്നെ വേണ്ട, ഞാൻ കൊള്ളില്ലാന്നൊക്കെ നീ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് നടക്കുന്നതോ? അതോ ഇറ്റ് ഹേർട്സ് അബി, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അതെ, നീ അത് വിട്. നീ ഫോണിൽ കൂടെ വിളിച്ച് എന്റെ അച്ഛൻ്റെ അടുത്ത് വൃത്തികേട് പറയുന്നത്. അപ്പൊ നീ എന്നെ കുറിച്ച് ഇതാ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ഇത്രയും കാലം പ്രേമിച്ചതോ പോട്ടെ, ഇതുവരെ നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് അനുരാധ ആരാണെന്ന് അറിയോ? നിനക്ക് നിന്റെ അച്ഛൻ പോലീസിലായത് എങ്ങനെയാണെന്ന് അറിയാം. നിന്റെ അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഒരാൾ. പുള്ളിക്കാരി പറഞ്ഞാണ് നിന്റെ അച്ഛൻ പോലീസിലായത്. നിന്റെ അച്ഛൻ എത്ര ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കുന്ന നിനക്കറിയോ? ഇതൊക്കെ പോട്ടെ, നിനക്ക് നിന്റെ വീട്ടിൽ നടക്കുന്ന എന്താ അറിയോ? യു ആർ സോ സെൽഫിഷ്. നിനക്കൊന്നും അറിയണം, നിനക്ക് നിന്റെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. നിന്റെ അമ്മയുടെ അടുത്ത് ഇന്നേ വരെ നിന്റെ അച്ഛൻ സോഫ്റ്റ് ആയിട്ട് ഒരു തവണ പെരുമാറിയിട്ട് പോലും. അപ്പൊ പണ്ട് അനുരാധ ഏതൊരു ഉമ്മ കൊടുത്തൊരു കഥ പറഞ്ഞപ്പോൾ സുമാനിക്ക് അതുപോലെ ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. പിന്നെ നീ പറഞ്ഞ ഉടനെ എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോലെ. ഞാൻ പറഞ്ഞ നിന്റെ അച്ഛൻ നിന്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കും. കാണണോ? എലി പോവാടാ. അളിയ, നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല പാർക്കുട്ടി.
ഒരു ഗ്ലാസ് തണുത്ത വെള്ളം വേണമായിരുന്നു. ഫ്രിഡ്ജിലുണ്ട്. വേണ്ട, താനെടുത്ത് നന്നായി. എനിക്ക് വേണ്ടി ഒരു കവിത. താങ്ക് യു. താങ്ക് യു. ഈ മറുകാണുന്നത് വേറെ കൊണ്ടും എവിടെ ഈ മറകിൽ ഞാനൊരു ഉമ്മ വെച്ചോട്ടെ. ആ, നീയാണോ? അമ്മ എന്തേടി? അവിടെ ഉണ്ട്. എന്താട്ടാ? അതേ ഒന്നുമില്ല. കഴിഞ്ഞെങ്കിൽ ഒന്ന് പാത്രം കഴിത്താടി. വെള്ളം എടുത്തുതരാം. മല്ലിപ്പൊടി തീർന്നില്ലടി? ഉണ്ട്. പിന്നെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ. സോറി. എന്തടി? അച്ഛനമ്മയ്ക്ക് ഉമ്മ കൊടുത്ത്. ഗുഡ് നൈറ്റ്.